ആരോഗ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷ പാർട്ടികൾ. വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി ബിജെപിയും മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പ്രതിഷേധിച്ചു. ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ആശുപത്രികളിലേക്കും നടന്ന പ്രകടനങ്ങൾ പലയിടത്തും സംഘർഷത്തിൽ കലാശിച്ചു. പ്രതിഷേധം കനക്കുന്നതിനിടെ വീണ്ടും മാധ്യമങ്ങളെ വിമർശിച്ച് ദേശാഭിമാനിയിൽ മുഖപ്രസംഗവും വന്നു. നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ബിജെപി പ്രതിഷേധ മാർച്ച് നടത്തിയത്. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ മുന്നിൽ പ്രതിഷേധിച്ച പ്രവർത്തകർ ആശുപത്രി മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചു. തിരുവനന്തപുരം ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിലേക്കും കൊല്ലം, കണ്ണൂർ ജില്ലാ ആശുപത്രികളിലേക്കും ബിജെപി മാർച്ച് നടത്തി. പാലക്കാടും തൃശൂരും ഉണ്ടായ പ്രതിഷേധങ്ങൾ സംഘർഷത്തിൽ കലാശിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ച മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് സംഘർഷത്തിനിടയാക്കി. കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലേക്ക് പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചു. ഡിഎംഒ ഓഫീസ് ഉപരോധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ബിജെപി പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധിക്കുന്നവരെ കള്ളക്കേസിൽ കൊടുക്കുന്നെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ ജയിലിലേക്ക് മാർച്ച് നടത്തി. പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രിക്ക് പിന്തുണയുമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാർച്ച് നടത്തി. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല തകർന്നടിഞ്ഞുവെന്ന് വരുത്താൻ ഒരു വിഭാഗം മാധ്യമങ്ങൾ പുകമറ സൃഷ്ടിക്കുന്നുവെന്നാണ് ദേശാഭിമാനി മുഖപ്രസംഗത്തിലെ വിമർശനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.